എവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. മരിക്കാൻ ഒരു രോഗവും വേണ്ടടോ. തുഅമ്മീലു ഫിദ്ദുന്യാ طويلا ولا تدري إلى جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير إلة وكم من مريض عاش دهرا على دهري. രാവിലെ ജോലിക്ക് പോയ നിന്റെ ബാപ്പയ്ക്ക് ക്യാൻസർ രോഗമില്ലായിരുന്നല്ലോ, പോകുമ്പോ ഉപ്പാനൊരു കുഴപ്പവുമില്ലായിരുന്നല്ലോ. പക്ഷേ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചത് നീ കണ്ടതല്ലേ ചെറുപ്പക്കാരാ? രാത്രി ഭക്ഷണം കഴിച്ച് ഉപ്പാന്റെ കൂടെ മണിയറക്കകത്ത് കയറിയ ഉമ്മ രാവിലെ എഴുന്നേറ്റില്ലല്ലോ, നീ കണ്ടവനല്ലോ. രാവിലെ എഴുന്നേറ്റവൻ വൈകുന്നേരം തികയ്ക്കുന്നില്ല, വൈകുന്നേരം കടന്നവൻ നേരം വെളുപ്പിക്കുന്നില്ല. പടച്ചവനെ, ഒരു രോഗവുമില്ലാത്തവൻ പെട്ടെന്ന് വീണു മരിക്കുകയാ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, തൗബയുടെ വാതിലടയുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തിട്ട് വേണം മരിക്കേണ്ടതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്റായിലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും ഏറ്റുപറയണം. ഇല്ലെങ്കിൽ സമയമില്ല, സാഹചര്യമില്ല. പെട്ടെന്ന് മരണം വന്നാൽ ഒന്നിനും നിനക്ക് സമയം കിട്ടൂല. അള്ളാഹു അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ.